സോളമാ ജോസാ. എന്താ ജോസേ? ഒരു 20 കോഴിമുട്ടയും കിട്ടത്തേ. 20 മതിയാ? മതി മതി. ഇപ്പൊ വരാം. നീ എവിടെ പോയതാടാ കേക്ക? കൈ കുറെ മുട്ടയൊക്കെ ഉണ്ടല്ലോ. പറമ്പില് കോഴിനെ മുട്ട വെക്കാൻ പോയതാ. മുട്ടയ്ക്ക് പണ്ടത്തെ അത്ര വലിപ്പമൊന്നുമില്ലോടാ. ഞാനല്ലല്ലോ ചേട്ടാ, കോഴിയല്ലേ മുട്ടയിടണേ. എന്താ ജോസേ പരിപാടി? എല്ലാ പരിപാടി രാവിലെ എണീക്കുന്നു, വെള്ളം അടിക്കുന്നു, കിടന്നുറങ്ങുന്നു. വീണ്ടും എണീക്കുന്നു, വെള്ളം അടിക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പന്മാര് കാശുണ്ടാക്കിയിട്ടല്ലേ ഇങ്ങനെയും ജീവിക്കാം. അപ്പനും കാശുണ്ടാക്കിക്കോ. പോയി മുട്ട പെറുക്കടാ. പാമ്പുത്തിയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ പോയി കുറച്ച് വെളുത്തുള്ളി വെള്ളം ഇങ്ങോട്ടേ. ശരി. ഇതെന്തിനാ അപ്പച്ച വെളുത്തുള്ളി വെള്ളം തെളിക്കണേ? വെളുത്തുള്ളിന്റെ വെള്ളം തളിച്ചാലേ പിന്നെ പാമ്പ് ഒരിക്കലും വരില്ല. അപ്പ പാമ്പിന് ജലദോഷാണെങ്കിലോ? എടാ റെക്സ, ഇങ്ങോട്ടൊന്ന് വന്നേടാ. എന്താടാ റെക്സ ഈ വേഷത്തില്? ഇന്നലെ രാത്രി ഒരു കളിയുണ്ട് ചേച്ചി, അതുകൊണ്ടാണ്. എന്തു ചേച്ചി മേക്കം? അവിടെ ഒരു പാമ്പ്. പാമ്പ അല്ലോ, എന്താ പാറ്റൊക്കെ ഇരിക്കും. അല്ല പാമ്പാ, ഞാൻ കണ്ടതാ. ഈ സുന്ദരമായ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ വിശ്വസിക്കാം. റെക്സിനപ്പോ പാമ്പിനെ പേടിയില്ലേ? പാമ്പ് നമ്മളിപ്പോ മനുഷ്യരല്ലേ ചേച്ചി. റെക്സോ, നീ പാമ്പിനെ പിടിക്കാൻ തന്നെയല്ലടാ വന്നേ? ഞങ്ങൾ ഈ മേനകത്തിന്റെ ആളാണേ. ഞങ്ങൾ ഈ പാമ്പിനെ പട്ടിയൊന്നും പിടിക്കാറില്ല. അതൊക്കെ ഞങ്ങളുടെ ഈ മാനിഫെസ്റ്റോത്തിലാണ്. എന്നാ റെക്സ് ചെല്ല്, ഈ പാമ്പിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടാ. ഞാൻ എന്നാ പോട്ടെ. വേറൊന്നല്ലേ, എന്നാളൊരു കളിയണ്ടേ, ഇല്ലെങ്കിൽ ഇങ്ങനെ പാമ്പിനെ കൊന്നിട്ട്. പോട്ടെ കേട്ടാ. നീ കഞ്ഞിരുത്ത് വെച്ചേ, നല്ല വിശപ്പുണ്ട്. ആ പയ്യനെ ഓടിക്കണ്ടായിരുന്നു. പാമ്പിനെ പിടിക്കാനേ അവൻ അവിടെ കയറ്റല്ലേ, പിന്നെ ഇവിടുന്ന് അവൻ ഇറക്കാൻ ഞാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരും. അല്ല എന്നെ പാമ്പാ ഈ കയറ് പേടിപ്പിച്ചളഞ്ഞല്ലേ നീ. അപ്പച്ചനിപ്പോ അറ്റാക്ക് വന്ന് ചത്തേനെ. മിണ്ടാതിരുന്ന് കഞ്ഞി കുടിക്കടാ. ഉണ്ടായിരുന്നേലും നല്ലപോലെ മുട്ടയിട്ടിരുന്നേനെയാ ആ പാമ്പ് കൊണ്ടുപോയത്. ഇനി അത് വരില്ലായിരിക്കും അല്ലേ? വെളുത്തുള്ളികൾ തളിച്ചാലല്ലേ? അതെ, ഇനി വരില്ലായിരിക്കും. സോളമാ, എന്താ ദിവസേ? എന്താടാ ഇത്?
ഇത് കോഴിമുട്ട. കോഴിമുട്ട മാങ്ങാത്തൊലി. എന്റെ അസിസ്റ്റന്റ് ഓംലെറ്റ് ഉണ്ടാക്കാൻ മുട്ട പൊടിച്ചപ്പോ അതിന് മഞ്ഞക്കുരു കാണാനില്ല. നോ മഞ്ഞക്കുരൂസ്. പകരം അടുത്തൊരു പാമ്പിന്റെ കുഞ്ഞ്. പാമ്പാ? ആ പാമ്പ് അതെങ്ങാനും കഴിച്ചിരുന്നെങ്കിൽ എന്റെ ഗതി എന്തായനെ. പുണ്യാളിന്റെ ഒറ്റ കൃപ കൊണ്ടാ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവന്റെ ഒരു മുട്ട. പ്രിയപ്പെട്ട നാട്ടുകാരെ, സോളമന്റെ വീട്ടിൽ കോഴിമുട്ടയാണെന്ന് പറഞ്ഞു വിൽക്കുന്നത് പാമ്പിന്റെ മുട്ടയാണെന്ന് വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു. എന്റെ പുണ്യാളാ. പോയിരിക്കടാ. മേരിയെ, നീ ആ യൂണിഫോമും ടോർച്ചും കൂടെ എടുത്തേ. നിങ്ങളിത് എങ്ങോട്ടാ? ആഹാ, അപ്പൊ ജോലിക്ക് പോണ്ടേ? ഡെയിലി 100 മുട്ട കിട്ടിയിരുന്നതാ. ആ വരുമാനം എന്തായാലും നിന്ന്. ഇനി ഉള്ള പണിയും കൂടി കളഞ്ഞാലേ പട്ടിണിയാ പട്ടിണി. എടി, ഞാൻ ഡ്യൂട്ടി കയറിയിട്ട് വേണം ഡ്യൂട്ടിയിലുള്ള ആൾക്ക് വീട്ടിൽ പോവാൻ. നിങ്ങൾ പോയ സമയത്തിന് ആ പാമ്പ് എങ്ങാനും വന്ന് എന്റെ കൊച്ചിന് വല്ലതും ചെയ്താ പിന്നെ എന്താ ചെയ്യാ? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നോക്കിക്കോ. നീ ഒന്ന് കരയാതെ. ഞാൻ ഒന്ന് സൂപ്പർവൈസറെ വിളിച്ചു നോക്കട്ടെ. ഡി വിളിച്ചിട്ട് കിട്ടില്ലല്ലോ. നീ എന്തായാലും സമാധാനം. ഞാൻ ഒന്നും പോണില്ല. പാമ്പ്. നിങ്ങൾ ആ പാമ്പിനെ ഓടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ അത് എല്ലാത്തിനെയും കൊല്ലും. പാമ്പേ പോ. പോ പാമ്പേ പോ. പോ. പാമ്പിനെ നോക്കി. പാമ്പേ പോ. പോ പാമ്പേ പോ. കൂട്ടിനകത്ത് പാമ്പല്ലേ, ആനയൊന്നല്ലല്ലോ. പാമ്പേ പോ. പോ. സോളമ്മ, പാമ്പിനെ പിടിച്ചോടാ. ദാ ചായ. ഇതെന്തടി കട്ടൻ ചായ? ആ നശിച്ച പാമ്പിനെ പേടിച്ച് ആ പാൽക്കാരൻ പോലും ഇങ്ങ് വരുന്നില്ല. ഓ, ഇങ്ങനെയാണ് ഞങ്ങൾ മനുഷ്യന്മാര്. ഇവിടെ എങ്ങനെ ജീവിക്കന്റെ പുണ്യാളാ. അല്ല, ഇപ്പൊ എന്താ പാട്ടൊക്കെ? എടി, ഈ ശബ്ദം കേട്ടാ പിന്നെ പാമ്പ് ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. സോളമേട്ടാ, പിണ്ടിപ്പെരുന്ന ഗാനമേളെ തെങ്ങിന്റെ ഒക്കെ കോളാമ്പേക്ക് ഉണ്ടല്ലോ. പോടാ, പാമ്പിനെ ഓടിക്കാനാ. പാമ്പിനെ ഓടിക്കാൻ പാട്ട. പാമ്പിന് ചെവിയോരില്ലേ, പിന്നെയാണ് പാട്ട്. ആ പണ്ടാരത്തിനപ്പോ ചെവിയില്ലേ? അതെ, ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയുള്ളൂ. നല്ലൊരു വേട്ടക്കാനെ കൊണ്ടുവരാം. വേട്ടക്കാരനാ? അതെവിടുന്ന് കൊണ്ടുവരാനാടാ? അതൊക്കെ വലിയ ചെലവല്ലേ? പൈലിന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. കാട്ടിക്കറി ആനയെ വെടിവെച്ചിട്ട് PhD എടുത്ത ആളാ. PhD. എന്നാ ആളെ കൊണ്ടടാ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? ആളിപ്പോ ജീവിച്ചിരിപ്പില്ല. ആ, പേടിക്കണ്ടെന്ന്. അപ്പനെ നല്ല വെടിക്കാനുണ്ട്. കൊച്ചു പൈലി അപ്പനെ നല്ല വെടിക്കാരനാണ്. എന്നാ അവനെ വിളിക്കേ. ആ വിളിക്കാലോ. എടാ റക്സ, എന്ത് എന്ത് ചെലവരടാ? അതിപ്പോ ഒരു വെടിക്ക് 3000 ആണ് അവൻ ചോദിക്കണത്. ഓ, ഞാനത് 2000 ഒതുക്കി തരാന്ന്. എന്റെ മേരി ചേച്ചി കൊണ്ട് ഞാൻ ഇത്രയും ചെയ്തില്ല, പിന്നെ ഞാനതിനോട് തന്നെ ഈബറാന്ന് പറഞ്ഞു. അതിലെന്റെ എങ്ങനെ? അപ്പൊ പാട്ടും നിന്നാ? നിക്കും. ഇതും കേടായ? കേടാ. നീ ഞങ്ങളുടെ കൂടെയാണോ അതോ പാമ്പിന്റെ കൂടെയാണോ പുണ്യാളാ? പാമ്പിന്റെ കൂടെ ഇരിക്കുള്ളൂ, അല്ലേ കേടാവില്ലല്ലോ. ഇനി എന്തായാലും കൊച്ചു പൈല് വരട്ടെ. ഇങ്ങോക്കെ ഞാൻ കൊണ്ടുവരും. എന്റെ മേരി ചേച്ചി കൊണ്ടേ ഞാൻ കൊണ്ടുവരും. ചേച്ചി പേടിക്കണ്ട ചേച്ചി. ഒറ്റ പഠിക്കാനാ കണ്ടുപടി. എങ്ങനെയുണ്ട് പുള്ളി? ഇതേതോ മുന്തിയനം പാമ്പാണ്. ചേട്ടൻ ഡോഗ് സ്ക്വാഡിലാ? മിണ്ടല്ലേടാ, കയ്യിലെടുക്കണ തോക്ക. ആരെങ്കിലും ഈ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കോഴികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതേത് കുറിപ്പ്? അത് ഈ സോളം ചേർന്ന് ചെറിയത് കൈവതം. പ്രായം 10, ഭാരം 70.
പൊട്ടിക്ക്. നല്ല രാശിയുള്ള തോക്ക അപ്പൻ്റെയാ. അപ്പ എങ്ങനെ മരിച്ചേ? കാട്ടിൽ പുലിയെ പിടിക്കാൻ പോയതാ, ശ്വാസം മുട്ടി മരിച്ചു. അതെങ്ങനെ? പഴം തിന്നോണ്ടിരിക്കുമ്പോ അപ്പന് മൂക്കിപ്പൊടി കളിക്കണം തോന്നി. മൂക്കിപ്പൊടി മൂക്കിലും പഴം തൊണ്ടലും കുടുങ്ങി. ശ്വാസം കിട്ടാതെ അപ്പം മരിച്ചു. ചേട്ടാ കഴിക്കാൻ പാടെടുക്കട്ടെ? ദാ, കോഴിക്കോട് നിന്ന് വച്ചേക്കണേ വേഗം. പൊട്ടിക്ക്, പൊട്ടിക്ക്. എല്ലാരും ചെവി ഒത്തിക്കോ. അപ്പൊ ചേട്ടൻ മുത്തണല്ലേ? ഇവിടെ ചെവി കുത്തടാ. റേഡിയോ പങ്കുവറക്കേണ്ടല്ലോ. ഒരുണ്ടൂടെ വെക്കുപടി. ചക്കേ രണ്ടുണ്ടേ തീർന്നില്ല. ഇനി എന്താ പരിപാടി? തോക്കൊണ്ട് തല്ലിക്കൊന്നാലോ? എന്താ ആലോചിക്കണേ? ആ സൂപ്പർവൈസർ വിളിച്ചിരുന്നു. ഉം. 2 ദിവസം പണിക്ക് പോകാത്തോണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞത്. ഓ, ഡേ നമ്മളെങ്ങനെ ജീവിക്കടി? ഞാൻ ആ ബ്രോക്കറോട് ഈ വീട് വിൽക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പാമ്പിന്റെ ശല്യമുള്ള വീട് ആർക്കും വേണ്ടെന്ന് അയാൾ പറയണേ. പണ്ടാറടങ്ങാൻ ഇതൊക്കെ വിറ്റെങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വിചാരിച്ച അത് നടക്കില്ല. എല്ലാം ശരിയാവും. തൽക്കാലം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഡേ പാമ്പ്! അത് പാമ്പും ചേമ്പും ഒന്നുമല്ല, അമ്മച്ചി മൂക്ക് ചീറ്റുന്ന. ഡീ നീ കിടക്കില്ലേ? വാടി. ഇപ്പൊ വരാം. എന്തൊരു വൃത്തികെട്ട മണ ഇവിടെ. അച്ഛാ ഇന്ന് കുളിച്ചില്ലേ? കുളിച്ചിട്ട് 2 ദിവസമായിടി. അതെന്താ? ഞാൻ ഇന്നലെ കുളിക്കാൻ പോയപ്പോഴേ ഓടിൻ്റെ ഇടയിൽ ഒരു പാമ്പ്. പാമ്പോ? ആ പാമ്പാണോന്നറിയില്ല, വാലുണ്ട്. വാല്. കുളിക്കാതെ പോന്നു അല്ലേ? കുളിക്കാത്ത ആളെ എന്റെ അടുത്ത് കിടക്കണ്ട. പോ, താഴെ ഇറങ്ങി കിടക്ക്. ഒരു പാമ്പ് കാരണം ആദ്യം കഞ്ഞുകൂടി മുട്ടി. ഇപ്പതേ പാമ്പിനെ വെറുതെ വിടരുത്, അതിനെ കൊല്ലണം, അതിനെ കൊല്ലണം. ഒന്നുമില്ല ചായ, അത് പാമ്പൊന്നുമല്ല, പേടിക്കാതിരിക്കും. അതിടി ഞാൻ കണ്ടത് അത് പാമ്പ് തന്നെയാണ്. മോൻ വലുതായിട്ട് അമ്മച്ചിയെ നന്നായിട്ട് നോക്കണം. അപ്പനെ കടിച്ച പാമ്പിനെ മോൻ വെറുതെ വിടരുത്, അതിനെ കൊല്ലണം. മോൻ പോലീസ് ആവണം. അയ്യോ മേരി ചേച്ചി, എന്ത് പറ്റി മേരി ചേച്ചി? മോനെ മേരി ചേച്ചിക്ക് ഞാനില്ല. മേരി ചേച്ചി എന്ത് ചായ? എവിടെ നോക്കട്ടെ. പാമ്പും ചേമ്പൊന്നുമല്ല, ഒരു മുള്ളുകൊണ്ടാ സോളമാ. പാമ്പിന്റെ ശല്യം ഒഴുകാനായിട്ട് പള്ളിയിലേക്ക് കോഴി നേർച്ചോടത്തപ്പറേ പാമ്പിനെ പുണ്യാളം നോക്കിക്കൊള്ളേ. എന്നാ പോട്ടെ മേരി ചേച്ചി.
ഇനി പാമ്പോത്തുമ്പോ വിളിച്ചാ മതി കേട്ടാ. വെറുതെ മനുഷ്യൻ ഉറക്കം കളഞ്ഞു. ശ്ശെ. അനേക കാലമായി വിഷഭയത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഗീവർഗീസ് അതായേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും വിഷസർപ്പത്തിന്റെയും വിഷജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. പ്രത്യേകമായി പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിരുന്നേല് 2 കൂടി ചത്ത് കിടക്കണ്. അതിനെ കൊണ്ടേ കുഴിച്ചിടാൻ നോക്ക്. മേരി കണ്ടോടി, ആ നശിച്ച പാമ്പ് ചത്തടി. പുണ്യാളം കാത്തിച്ചായ നമ്മളെ. സോളമ്മ എന്താണ് അവിടെ? പാമ്പ് ചത്തമ്മച്ചി. എന്നാ എന്നെ ഒന്ന് കാണിക്കടാ. കണ്ടില്ലമ്മച്ചി ചത്ത് മരച്ച് കിടക്കണത്. പുണ്യാളനോടാ അവന്റെ കളി. എന്തൊരു വലിപ്പാ, 8 അടി മൂർഖനാണെന്ന് തോന്നുന്നു. അറിയില്ല അമ്മച്ചി. അമ്മച്ചി വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് അളന്നു നോക്ക്. ഡി മേരിയെ, നീ ഉള്ളിൽ വെച്ച് നല്ലൊരു കോഴി അങ്ങോട്ട് എടുക്ക്. ഞാൻ പുണ്യാളിനെ നേർച്ച കൊടുത്തിട്ട് വരാം. അതിനു മുമ്പ് കുറച്ച് വെള്ളം ചൂടാക്ക്. ഞാനൊന്ന് വിസ്തരിച്ച് കുളിക്കട്ടെ. ഓ ശരി. നീന്തറിയാൻ പറ്റത്തൊരു പാമ്പ്. ആകെയാണത് പ്രതീക്ഷയും പോയി. അമ്മാമ്മേ, മനുഷ്യന്മാര് മരിച്ച പ്രേതമായി തിരിച്ചു വരുന്ന പോലെ ഈ പാമ്പും വരുമോ? പ്രേതം വന്നാ നമുക്ക് പള്ളിയിൽ അച്ഛനെ വിളിക്കാടാ. മേരിയെ, പുണ്യാളിന് ഇപ്പൊ എന്റെ കൂടെ തന്നെയാടി. സൂപ്പർവൈസർ വിളിച്ചു പണിക്ക് വരാൻ. നീ ആ നേർച്ച കോഴിങ്ങനെ എടുത്തേ. ഡി ഈ ചായ പോയി വരാം. നീ അമ്മച്ചൂടെ പറഞ്ഞിട്ടാ. ശരി.